ഹലോ, അങ്ങനെ ഒത്തിരി ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ന്യൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളെയും ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കിട്ടാൻ നല്ല പാടായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലൊരു സ്പെഷ്യലാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. നമ്മുടെ ഗാർഡനിൽ റോസിനോടൊപ്പം തന്നെ അത്രയും കട്ടക്ക് പിടിച്ച് സെയിൽ ചെയ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം. എല്ലാ ആഴ്ചയിലും സ്റ്റോക്ക് വരാറുണ്ട്. പക്ഷേ ഈ ഒരു ദിവസങ്ങളിലായിട്ട് നമുക്ക് ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ട് ആന്തൂറിയം പ്ലാന്റ്സ് ആണ് കൂടുതൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടുന്നത് കുറവായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ആന്തൂറിയവും അതുപോലെ തന്നെ വൈറ്റ് കട്ട് ഫ്ലവർ വെറൈറ്റിയും ഒക്കെ നമുക്ക് വളരെ കിട്ടാൻ പാടാണെന്നുള്ള രീതിയിൽ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഈ ചോക്ലേറ്റ് കളറും വൈറ്റ് കളറും ആയിരുന്നു. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആന്തൂറിയം പ്ലാന്റ്സും കിട്ടാതെ ആയിട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കളർ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു, ഇനി പ്ലാന്റ്സ് വരില്ലേ എന്ന് പേടിച്ചിട്ട്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നത്തെ ദിവസം തന്നെ നമുക്ക് പ്ലാന്റ്സ് എത്തി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ സുന്ദരിയായിട്ടുള്ള മിനിയേച്ചർ ഓറഞ്ച് ആന്തൂറിയമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്ത് ആന്തൂറിയം പ്ലാന്റ്സിന് വേണ്ടി ഇതെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തവർക്കൊക്കെ ഈ ഒരു പ്ലാന്റാണ് ഈ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മൾ അയച്ചു കൊടുത്തത്. കാരണം അത്രയും വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ശരിക്കും എനിക്ക് സങ്കടമുള്ള കാര്യമായിരുന്നു. ഒത്തിരി പേര് ഇതുപോലെ തന്നെ റോസ് പ്ലാന്റ്സും ചിലതൊക്കെ ലോഡ് വരാണ്ടാകുമ്പോൾ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. നമ്മളൊരിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റോസ് എന്നല്ല എന്തൊരു ഇതാണെങ്കിലും നമുക്ക് കിട്ടുന്ന വരെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കയ്യിൽ നല്ല പ്ലാന്റ് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു ഉറപ്പുണ്ട് ഹെൽത്തി പ്ലാന്റ് വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാനും ഒരു വിശ്വാസത്തിലിരിക്കുന്നത്. ദൈവം അങ്ങനെ ആ വിശ്വാസം കളയാറില്ല. നല്ല അടിപൊളി പ്ലാന്റ്സ് എനിക്ക് വന്നു. ഇത്രയും പറയാൻ കാര്യം കുറേ ദിവസങ്ങളായി ഇങ്ങനെ പ്ലാന്റ്സ് വന്നിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. ദൈവം ഇനി ആന്തൂറിയം പ്ലാന്റ്സ് നല്ലത് കിട്ടില്ലേ. വരുന്നതൊക്കെ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ഫ്രഷ് അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ പെയിൽ യെല്ലോ ആണ്. പെയിൽ യെല്ലോൻ്റെ ഒത്തിരി പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾ ബുഷി പോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ പെയിൽ യെല്ലോൻ്റെയൊക്കെ. കാരണം അത്രയും ഫ്ലവർ ഉണ്ട്. സിംഗിൾ ഷൂട്ട് ആകുമ്പോൾ 2-3 ഫ്ലവറൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ഫ്ലവറും പുതിയ ഫ്ലവർ വരുന്ന മുട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ബുഷി ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 3 ഫ്ലവറിൽ കൂടുതലുണ്ട്. ഈ പ്രാവശ്യം വന്നതിൽ കുറച്ച് കൂടുതൽ ഫ്ലവറുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു പ്ലാന്റിലൊക്കെ 1-2 ഫ്ലവറും പിന്നെ പുതിയ മുട്ടുകളായിട്ട് വരുന്നത്. ഇതൊരു വെറൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആന്തൂറിയം പ്ലാന്റ്സിൽ 2-3 കളേഴ്സ് പ്രീ ഓർഡർ ഇടേണ്ട അവസ്ഥയാണ്. അതിലൊരാളാണ് ഇപ്പം ഞാൻ കാണിച്ച ഈ പിങ്ക്. കണ്ടോ, ഈ പിങ്ക് കളർ ആന്തൂറിയൊക്കെ ഒത്തിരി ആളുകൾ ഓർഡർ ചെയ്തതായിരുന്നു. എന്നിട്ട് അവർക്ക് കിട്ടാതെ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കളർ കൊടുക്കേണ്ടി വന്നു. പക്ഷേ കൊടുത്തു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ വേറെ പ്ലാന്റ് കിട്ടി. അപ്പോൾ ഞാൻ അറിയിച്ചതാണ് നമുക്ക് സ്റ്റോക്ക് വരും, അന്നേരം തരാമെന്ന് അറിയിച്ചതാണ്. പക്ഷേ ചില കസ്റ്റമേഴ്സൊക്കെ ഓക്കെ പറഞ്ഞു. കുറേ പേരൊക്കെ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർക്കും മടുത്തു. അപ്പോൾ അവരുള്ളത് മതി എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ അടിപൊളി പെയിലെല്ലോ ഉണ്ട്. ഓറഞ്ച് മിനിയേച്ചർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നത്. ബുഷിയായിട്ട് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലാർജ് ഫ്ലവർ ഉള്ളത് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മിനിയേച്ചറുണ്ട്. മിനിയേച്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും മിനിയേച്ചറിന് ഒരു റേറ്റും അല്ലാത്ത പ്ലാന്റിന് ഒരു റേറ്റൊക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ മിനിയേച്ചറും ബിഗ് ഫ്ലവർ എല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം. കാറ്റലോഗിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ കാറ്റലോഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്നിട്ട് കാർട്ട് ചെയ്ത് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം. അപ്പോൾ അതായത് അടുത്തത് ഈ ഒരാളും എൻ്റെ ദൈവമേ കിട്ടാനായിട്ട് നല്ല പാടായി പോയിട്ടോ. പ്രിൻസസ് പിങ്ക് ആണത്. ആന്തൂറിയത്തിൻ്റെ അടിപൊളി കളറാണ്. ഒരു പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടൊരു തിളക്കമുള്ള ഒരു കളറാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വെറൈറ്റീനെ ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ കാണിച്ചു തരാം. ലാർജ് ഫ്ലവറാണ് കേട്ടോ. കട്ട് ഫ്ലവർ വെറൈറ്റി ആയിട്ടുള്ള വൈറ്റാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നത്. അതിൻ്റെ തന്നെ മിനിയേച്ചറും ഉണ്ട് കേട്ടോ. വൈറ്റ് മിനിയേച്ചറും ഉണ്ട്. അപ്പോൾ ഒത്തിരി ആന്തൂറിയം പ്ലാന്റ്സ് എനിക്ക് കൊണ്ട് 12 വെറൈറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ആന്തൂറിയം. ഇത് കയ്യിലുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും കളക്ട് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റ് കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ ഇത് പ്ലാന്റ് ശരിക്കും നമുക്ക് കിട്ടുന്ന മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഇത് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തൈകളായി വരുമ്പോൾ തന്നെ ഈ പ്ലാന്റ് പോവുകയാണ്. അപ്പം നമുക്കൊന്നും ചെന്നാൽ കിട്ടുന്നില്ല. ആ ഒരു രീതിയിലോട്ട് വന്നു ഈ ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടി. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒത്തിരി ആളുകൾ ഇത് നമുക്ക് ഓർഡർ ചെയ്തു. നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് ഇത് ഓർഡർ ചെയ്തത്. ആ സമയത്ത് കിട്ടുമായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ ഓർഡർ എടുക്കുമായിരുന്നു. പക്ഷെ പിന്നെ അത് വരാണ്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചായിരുന്നു ഇനി ഈ പ്ലാന്റ് വരില്ലേന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്തു. അപ്പോൾ ആളെത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ബുഷി പോട്ടാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ വാങ്ങാം. കാരണം ഒത്തിരി ഡിമാൻഡ് വന്നിട്ടുണ്ട് ആ പ്ലാന്റിന്. നമുക്ക് ആ ലഭ്യത കുറയുമ്പോഴാണ് അവരുടെ ആ ഒരു പവർ അവിടെ കാണുന്നത്. എല്ലാവരും അതാ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഗാർഡനിൽ എപ്പോഴും ഉള്ള സമയത്തൊന്നും ചിലപ്പോൾ ആ ഒരു പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ടാവില്ല. കുറേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്റ്റോക്ക് ഔട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒത്തിരി ആളുകൾ അതിന് എൻക്വയറി വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ആൾ നമ്മുടെ ഗാർഡനിൽ നല്ല രീതിയിൽ ഒരു ആന്തൂറിയം പ്ലാന്റ്സിൽ തന്നെ ഒരു ഡിമാൻഡുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്ലാന്റ്സൊക്കെ ഇനി പ്രീ ഓർഡറിലോട്ട് ഇടേണ്ടി വരും. കാരണം ഓർഡർ ചെയ്ത് ആ ഒരു വെറൈറ്റി ഒക്കെ കിട്ടാൻ ഇപ്പം നല്ല പാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പ്രീ ഓർഡർ ഇടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റോസ് പ്ലാന്റ്സ് പലതും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാന്റ്സൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നമുക്ക് വയലറ്റ് കളർ ആന്തൂറിയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ കാറ്റലോഗ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാം. നമുക്കിപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നതിൽ കുറച്ച് പ്ലാന്റ്സേ കാണിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. വയലറ്റ് കളറൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഞാൻ കാണിച്ചു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ.